മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ് 8. അംബികാസുധൻ മാങ്ങാടിൻ്റെ പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ രചിച്ച കൃതിയാണ് രണ്ട് മത്സ്യങ്ങൾ. അംബികാസുധൻ മാങ്ങാട് 1962 ഒക്ടോബർ 8 കാസർഗോഡ് ജില്ലയിലെ ബാരാ ഗ്രാമത്തിൽ ജനിച്ചു. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ പ്രസിദ്ധൻ. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടി. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. കാനങ്ങാട് നെഹ്റു കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്തു. ചെറുകഥകൾക്ക് പുറമെ ധാരാളം നോവലുകളും തിരക്കഥകളും എഴുതിയിട്ടുണ്ട്. കയ്യൊപ്പ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: മരക്കാപ്പിലെ തെയ്യങ്ങൾ, രണ്ട് മത്സ്യങ്ങൾ, എന്മകച്ചെ, കുന്നുകൾ പുഴകൾ, ജീവിതത്തിൻ്റെ മുദ്ര, കമേഴ്സ്യൽ ബ്രേക്ക്, ഒതേനൻ്റെ വാൾ, രണ്ടാം മുദ്ര, ഓർമ്മകളുടെ നിണബലി, വാലില്ലാത്ത കിണ്ടി. വായന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാണവായു പോലെയാണ്. കുട്ടിക്കാലത്തൊക്കെ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അത് മണത്തു നോക്കും. ഒരു പൂവ് എപ്രകാരം ഗന്ധമുള്ളതാണ് എന്ന് നോക്കുന്നത് പോലെ പുസ്തകത്തെ സ്നേഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ സ്നേഹം കുറയുന്നതിന് പകരം കൂടുകയും പുസ്തകങ്ങൾ പ്രാണവായു പോലെ, വായന പ്രാണവായു പോലെ മാറുകയും ചെയ്തു. ഇന്ന് കേരളം ഒരു പ്രത്യേക ലഹരിയുടെ, മദ്യത്തിനപ്പുറത്ത് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പെടുന്നൊരു കാലത്ത് വായന ഒരു പ്രത്യേക ലഹരിയായിട്ട് എടുക്കേണ്ടതാണ് പുതിയ തലമുറ എന്നാണ് പറയാനുള്ളത്. ചങ്ങമ്പുഴ പണ്ട് പാടിയതിനെ ഒന്ന് മാറ്റി പാടിയാൽ, വായന വായന ലഹരി പിടിക്കും വായന, വായന ഞാനതിൽ മുഴുകട്ടെ എന്ന് പുതിയ തലമുറ പാടിയില്ലെങ്കിൽ, വായനയിലേക്ക് പുതിയ തലമുറ കടന്നില്ലെങ്കിൽ വലിയ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. രണ്ട് മത്സ്യങ്ങൾ. പാഠഭാഗം: കവ്വായ് കായലിൻ്റെ മുതൽ ശൂലാപ്പ് കാവിൽ എത്തിച്ചേരാനാകൂ. ഏകകം: കണ്ണുവേണം ഇരുപുറം എപ്പോഴും. രണ്ട് മത്സ്യങ്ങൾ. കവ്വായ് കായലിൻ്റെ നിശ്ചലമായ ആഴത്തിലേക്ക് സാവധാനം താണുവന്ന മണ്ണിരയുടെ നേർക്ക് ആർത്തിയോടെ കുതിക്കാനാഞ്ഞ പൂവാലിയെ അഴകൻ തടഞ്ഞു. പോവാതെ പൊന്നെ, അത് മരണക്കെണിയാണ്. അപ്പോൾ മാത്രമാണ് മണ്ണിരയെ തുളഞ്ഞ് പുറത്തേക്കുന്തി നിന്ന ചൂണ്ടക്കുളത്തിൻ്റെ മൂർച്ചത്തിളക്കം പൂവാലി കണ്ടത്. അവളുടെ ഉടൽ വിറച്ചു. അഴകൻ ശാസിച്ചു: ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ മീനുകൾക്ക് നാലു ചുറ്റിലും കണ്ണുവേണം, ഒരിക്കലും എടുത്തു ചാടരുത്. കുറ്റബോധത്തോടെ പൂവാലി അഴകനെ മുട്ടി ഉരുമി നിന്നു. അഴകൻ സമാധാനിപ്പിച്ചു: വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല പൂവാലി, നിനക്കിപ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട കാലമാണ്. ഉത്സാഹത്തോടെ പൂവാലി ചോദിച്ചു: എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക? മഴ പെയ്യാതെ നാം എങ്ങനെ പുറപ്പെടും? ആകാശക്കാഴ്ചകളുടെ ഇരുളുമേലേക്ക് നോക്കി പൂവാലി ആശ്വസിച്ചു: നല്ല മഴക്കാറുണ്ട്, ഇന്ന് പെയ്യാതിരിക്കില്ല. അഴകൻ നെടുവീർപ്പിട്ടു. ദിവസം 10-15 ആയില്ലേ, ആകാശം ഇങ്ങനെ മുഖം വീർപ്പിച്ചു നിൽക്കുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ഈ ആകാശത്തിന്? മനോഹരമായ മിഴികൾ ആകാവുന്നത്ര വിടർത്തി പൂവാലി ചോദിച്ചു: ആകാശത്തിൻ്റെ കണ്ണുനീരാണ് മഴ അല്ലേ? ആയിരിക്കാം, പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും? പോംവഴികളൊന്നും അഴകൻ്റെ ഉള്ളിൽ തെളിഞ്ഞില്ല. നിരാലംബനെ പോലെ അവൻ ഉരുവിട്ടു: എനിക്കറിയില്ല പൊന്നെ, 1-2 മഴയെങ്കിലും നന്നായി പെയ്താലേ കുന്നുകളിലൂടെ നീരൊഴുക്കുണ്ടാവൂ. അതിലൂടെ കയറിപ്പോയാലേ നമുക്ക് ശൂലാപ്പ് കാവിൽ എത്തിച്ചേരാനാകൂ. ആമുഖം: മനുഷ്യൻ തൻ്റെ വികസനത്തിനായി സ്വാർത്ഥതയോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭൂമിയെയും അതിലെ സകല ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. വനനശീകരണം, മലിനമാകുന്ന ജലാശയം, നീരുറവ പറ്റിയ അരുവികൾ, മഴ നിലച്ചുപോയ ആകാശം തുടങ്ങി മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് പരിസ്ഥിതിക്കുണ്ടായ ആഘാതം നിരവധിയാണ്. ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിനായി ജലത്തിൽ നിന്നും ഉത്ഭവിച്ച ജീവൻ്റെ പരമ്പരയെ കാത്തുസൂക്ഷിക്കാൻ ത്യാഗപൂർവമായി യാത്ര നടത്തുന്ന രണ്ട് മത്സ്യങ്ങളുടെ കഥയാണ് അംബികാസുധൻ മാങ്ങാട് ആവിഷ്കരിക്കുന്നത്. പോവാതെ പൊന്നെ, അത് മരണക്കെണിയാണ്. അയ്യോ അഴക, മണ്ണിരയെ തുളഞ്ഞ് പുറത്തേക്കുന്തി നിന്ന ചൂണ്ടക്കുളത്തിന്റെ മൂർച്ചത്തിളക്കം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ശ്രദ്ധിക്കേണ്ടേ,
നമ്മൾ മീനുകൾക്ക് 4 ചുറ്റിലും കണ്ണു വേണം. ഒരിക്കലും എടുത്തു ചാടരുത്. വിഷമിക്കാൻ പറഞ്ഞതല്ല പൂവാലി. നിനക്കിപ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട കാലമാണ്. എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക? മഴ പെയ്യാതെ നാം എങ്ങനെ യാത്ര പുറപ്പെടും? ദിവസം 10-15 ആയില്ലേ? ആകാശം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ ഈ ആകാശത്തിന്? ആകാശത്തിന്റെ കണ്ണുനീരാണ് മഴ അല്ലേ? ആയിരിക്കാം. പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും? എനിക്കറിയില്ല പൊന്നെ. 1-2 മഴയെങ്കിലും നന്നായി പെയ്താലേ കുന്നുകളിലൂടെ നീരൊഴുക്കുണ്ടാകൂ. അതിലൂടെ കയറിപ്പോയാലേ നമുക്ക് ശൂലാപ്പുകാവിൽ എത്തിച്ചേരാനാകൂ. അപ്പോൾ ഈ കായലിലെ ഉപ്പുവെള്ളത്തിൽ നിനക്ക് മുട്ടയിടാനാകുമോ? എല്ലാം ചീഞ്ഞു പോകും പൂവാലി. ശത്രുക്കൾ തിന്നുകയും ചെയ്യും. കാവിനകത്തെ ശുദ്ധജലത്തിലാണ് നമ്മുടെ കൂട്ടുകാർ മുട്ടയിടുന്നത്. അല്ലാതെ മറ്റൊരിടത്ത് മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനോ നെടുഞ്ചൂരി മത്സ്യങ്ങൾക്ക് സാധിക്കുകയില്ല. മഴക്കാലത്ത് നമുക്ക് എളുപ്പമല്ലേ കാവിലേക്ക് കുന്നുകൾ കയറാൻ? വിഡ്ഢിത്തം പറയാതെ വേനൽമഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൽ മാരി പെയ്തു തുടങ്ങും. ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം. എങ്കിൽ നമുക്ക് ആകാശദേവനോടും ശൂലാപ്പ് ദേവിയോടും പ്രാർത്ഥിക്കാം മഴ പെയ്യാൻ. അമ്മയാകാൻ കൊതിക്കുന്ന പെണ്ണല്ലേ നീ? നീ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ കേൾക്കും. ഞാൻ പ്രാർത്ഥിക്കാം അഴക. നമുക്ക് വേണ്ടി മാത്രമല്ല, ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴ കിട്ടാൻ. അഴക, ആകാശദേവൻ എന്നോട് പറഞ്ഞു, ശൂലാപ്പ് ദേവിയും എന്നോട് പറഞ്ഞു, ഉടനെ മഴ പെയ്യും. ഇന്ന് മഴ പെയ്യും. പെയ്താൽ പുലർച്ചെ നാം യാത്ര പുറപ്പെടണം. വെളിച്ചമായാൽ ആയുധങ്ങളേന്തിയ മനുഷ്യർ വഴി തടയും. മനുഷ്യനെയാണോ ഏറ്റവും പേടിക്കേണ്ടത്? പണ്ട് ശൂലാപ്പിലേക്ക് പോകുന്ന നെടുഞ്ചൂരികൾ ഏറ്റവും പേടിച്ചത് മണ്ണൻ മുതലകളെയാണ്. അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൊക്കെ കുറേ മണ്ണൻ മുതലകളുണ്ട്. വലിയ പാറക്കല്ലുകളാണെന്നേ തോന്നും. വഴിയിൽ അനക്കമറ്റു കിടക്കും. അടുത്തെത്തുമ്പോൾ ടപ്പേന്ന് വായി തുറക്കും. തീർന്നു കഥ. മുതലകളേക്കാൾ തന്ത്രശാലികളാണ് നീർനായ്ക്കൾ. അഴക, നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു. പേടിക്കാനില്ല പൂവാലി. മുതലകളുടെയും നീർനായ്ക്കളുടെയും മീൻകൊത്തികളുടെയും വംശങ്ങൾ തന്നെ ഇല്ലാതായില്ലേ? പക്ഷെ മനുഷ്യനെ പേടിച്ചേ പറ്റൂ. മുട്ടയിടാൻ പോവുകയാണോ? മുട്ടയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്തെന്നും അവർക്ക് അറിയണ്ടല്ലോ. കൂത്തൂടകളും വലകളും വെട്ടുകത്തികളുമായി അവൻ തക്കം പാർത്തു നിൽക്കും. അഴക, നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു. സൂക്ഷിക്കാൻ പറയുകയാണ് പൂവാലി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത